ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെറീസ് വേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു അടിപൊളി ഐറ്റമായിട്ടാണ് വന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏകദേശം കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, ഞാൻ ബ്രോസ്റ്റഡ് ചിക്കനാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ബ്രോസ്റ്റഡ് ചിക്കൻ്റെ മസാല മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വെച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്കാം അല്ലേ, എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ മസാലയുടെ പാക്കറ്റൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് ഉപ്പ് എടുത്തിട്ട് നമ്മളെ ചിക്കനൊക്കെ നന്നായി ഒന്ന് മസാല ചിക്കൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരമണിക്കൂറായിട്ട് ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അതിന് ശേഷം എന്താ ഞാൻ ബ്രോസ്റ്റഡിൻ്റെ മസാല പൊടി ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഒരു നമ്മളെ മൈദപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലോറിൻ്റെ പൊടി പോലത്തെ ഒരു പൊടിയാണ് കേട്ടോ. അതിട്ടിട്ട് നീ നന്നായി ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ അതിലൊരു പാക്കറ്റ് ഉപ്പുണ്ടല്ലോ, അതിൻ്റെ പകുതി എടുത്തിട്ട് ചിക്കനിൽ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നിർബന്ധമില്ല, നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഞാൻ അതിൻ്റെ മസാലപ്പൊടി കൊണ്ട് ഞാൻ ചിക്കനൊക്കെ നന്നായി ഒന്ന് ഇതാക്കി എടുക്കുക കേട്ടോ, സെറ്റാക്കി എടുക്കണേ. ഇനി ഇത് വീണ്ടും അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ പൊടി കുറവാണ്, അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഏകദേശം 1 കിലോ ചിക്കനിലേക്കുള്ള പൊടിയാണ്. ഇപ്പോൾ നമ്മൾ 1 കിലോനൊന്നും എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ എത്ര ചിക്കനാണ് എടുത്തിങ്ങനെ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിക്കോളൂ. പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, പിന്നെ കമൻറ്റും രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോസൊക്കെ എല്ലാവരും ഫുള്ളായി കാണാൻ ശ്രമിക്കുക, ആരും സ്കിപ്പ് ചെയ്ത് കാണരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇത് ഏകദേശമൊക്കെ നമ്മളെ മസാല ഒക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ അരമണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തതാണ് ഇട്ടത്. അപ്പോൾ നമുക്കിനി ഗ്യാസ് സ്റ്റവ് ഓണാക്കിയിട്ട് ഒരു കടായി വെച്ച് കൊടുക്കാം കേട്ടോ. കടായി വെച്ചിട്ട് ഞാനത് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തില്ല കേട്ടോ. ഇത് നമ്മൾ സൺഫ്ലവർ ഓയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ, അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയി കഴിക്കുമ്പോൾ നല്ല റേറ്റും കാര്യങ്ങളൊക്കെ അല്ലേ, വീട്ടിലുണ്ടാക്കുമ്പോൾ അത്ര റേറ്റൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചെന്ന പാക്കറ്റില്ലേ, അതിന് 52 രൂപയാണ് വരുന്നത് കേട്ടോ. 1 കിലോ ചിക്കനൊക്കെ നല്ല ഈസി ആയിട്ട് ആ പാക്ക് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ച് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാവും ഉണ്ടാക്കിയാൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ മറക്കാതെ. അപ്പോൾ ഞാനിതൊക്കെ എന്താണ് ഓയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല തിളച്ച ഓയിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് കിടന്നിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ കേട്ടോ. ചിക്കനൊക്കെ ഒരു ഭാഗമൊക്കെ നല്ല മൊരിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നല്ലൊരു മണമാണ് കേട്ടോ, ശരിക്കുള്ള നമ്മളെ റോസ്റ്റ് ചിക്കൻ്റെ മണം തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗവും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ആ ഭാഗം കൂടി നന്നായി ഒന്ന് മൊരിഞ്ഞ് സെറ്റായിട്ട് വരട്ടെ. പെട്ടെന്ന് ആവുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം തന്നെ ഒരു അരമണിക്കൂർ ഉപ്പ് തേച്ച് വെക്കണ കാരണേ ചിക്കൻ നല്ല സോഫ്റ്റ് ആവും ചെയ്യും കേട്ടോ. അതിന് വേണ്ടിയാണ് നമ്മൾ അരമണിക്കൂറാണ് ഉപ്പ് വെച്ച് വെക്കുന്നത്. 1 മണിക്കൂറൊക്കെ വേണമെങ്കിൽ വെക്കാം. ഞാൻ അപ്പോൾ ഇവിടെ അരമണിക്കൂറേ വെച്ചിട്ടുള്ളൂ, പെട്ടെന്ന് ഉണ്ടാക്കേണ്ട കാരണം. പിന്നെ നമ്മൾ മസാലപ്പൊടി തേച്ചിട്ടും ഒരു അരമണിക്കൂർ വെച്ചിട്ടോ. നമ്മളെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം അല്ലത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ. ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. പിന്നെ ഞാൻ മുന്നൊക്കെ കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ സമയം കിട്ടുമ്പോൾ ഒന്ന് കയറിയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടോളൂ കേട്ടോ. നിങ്ങളൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്പോൾ എല്ലാ ഭാഗവും ഏകദേശമൊക്കെ നല്ല മൊരിഞ്ഞ് സെറ്റായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഏകദേശമൊക്കെ അത് എടുക്കാനായിട്ടുണ്ട് കേട്ടോ. ഒരു 2 മിനിറ്റും കൂടി ഒന്ന് മൊരിഞ്ഞാൽ നമുക്കത് എടുക്കാം കേട്ടോ. അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമായിട്ടിരിക്കണില്ലേ എല്ലാവരും? അപ്പോൾ നിങ്ങളൊക്കെ വീഡിയോസ് കാണുക, എന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. എല്ലാ ഭാഗവും നല്ല മൊരിഞ്ഞ് അടിപൊളി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും പൊറോട്ടയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നുമില്ലാതെയും കഴിക്കാം. ഗുബൂസ് ഉണ്ടെങ്കിൽ ഗുബൂസ് കൂട്ടിയിട്ടൊക്കെ കഴിക്കാം. കുറച്ച് മയോണൈസ് ഉണ്ടായെങ്കിൽ അടിപൊളിയായിട്ടാണ്. ഇനിയിപ്പോൾ ഒന്നുമില്ലാതെ ഇപ്പോൾ വെറുതെ വേണമെങ്കിലും നമുക്കിതൊക്കെ കഴിക്കാമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ഐറ്റംസ് തന്നെയല്ലേ ഇപ്പം ഇതൊക്കെയല്ലേ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ മസാല വാങ്ങിച്ചിട്ടൊന്ന് ട്രൈ ചെയ്തോളൂ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ടും കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബായ്.